ഹായ്. നെക്സ്റ്റ് മന്ത് കാനഡയിലോട്ട് പോവാണല്ലോ. എങ്ങനെയായിരുന്നു ഒരു പൈലറ്റ് ആവണം എന്നുള്ള ഒരു ഡ്രീം ഉള്ളിലോട്ട് കയറി കൂടിയത്? എനിക്ക് ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നു പൈലറ്റ് ആവുക എന്നൊക്കെ ഉള്ളത്. ഡിസൈഡ് ചെയ്തു എനിക്ക് പൈലറ്റ് ആവണം. +1 +2 സയൻസ് ബാച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇതിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്. Then why did you choose Flyers Way? ഞാൻ +2 വെക്കേഷൻ സമയത്ത് ഒരുപാട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ വെബ് ഫോം കണ്ടു, ഫില്ല് ചെയ്തു, എനിക്ക് റിപ്ലൈ വന്നു. ഒരു ദിവസം വാക്കിങ്ങിന് ഞാൻ വന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരിടത്തും കിട്ടാത്ത ഒരു ഫ്രണ്ട്ലി ആറ്റ്മോസ്ഫിയർ എനിക്കിവിടെ കിട്ടി. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണേലും ഇവിടുത്തെ അനുസാറിൻ്റെ ഭാഗത്തു നിന്നാണേലും ഇവിടുത്തെ ഫാക്കൽറ്റീസ് സ്റ്റുഡൻസ് എല്ലാവരും തന്നെയായിട്ട് ഞാൻ പെട്ടെന്ന് മിങ്കിളായി. ക്ലാസ് ആണെങ്കിലും അനൂപ് സാറാണെങ്കിലും നിജ്വൽ സാറാണെങ്കിലും അടിപൊളിയായിട്ട് എടുത്തു തന്നു. ഡിജിറ്റലി നമ്മളെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് 4 മാസം 5 മാസം കൊണ്ട് എൻ്റെ DGC കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. കാനഡയിലെ വിസ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ഫ്ലൈ വിസാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമാണല്ലേ ചെയ്തത്. അതിന് എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസിങ്ങിലൊക്കെ ഹെൽപ്പിംഗ് ആയിരുന്നു അവര്? DGCൻ്റെ ക്ലാസ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സബ് ബ്രാൻഡായ ഫ്ലൈ വിസാസ് എനിക്ക് കോൺടാക്ട് ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. 1 മാസത്തിനുള്ളിൽ താഴെ എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് വന്നു. നമ്മുടെ ഫ്ലൈയേഴ്സ് ഫ്രീയുടെ ആയാലും ഫ്ലൈ വിസാസ് ആയാലും ഓവറോൾ സർവീസിൽ ഹാപ്പി ആണോ? ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലാണ്ട് വന്ന ആളാണ്. അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ആസ്പയറിംഗ് പൈലറ്റിന് പറ്റിയൊരു സ്ഥാപനം തന്നെയാണ് ഫ്ലൈയേഴ്സ്. Okay, Neville, wish you all the best. Happy landing.